മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ ജില്ലയിൽ എമർജൻസി ആവശ്യങ്ങൾക്കായി ഹെലിപ്പാഡുകൾ ഒരുങ്ങുന്നു. 5 ഇടങ്ങളിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സാസ്കി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ദുരന്തങ്ങളെ അതിജീവിക്കാൻ വയനാട് പഠിച്ചു കഴിഞ്ഞു. എങ്കിലും വരുംകാല ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ സജ്ജമാവുകയാണ് ജില്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങൾ ഇനി നേരിടേണ്ടി വന്നാൽ ഗതാഗതം തടസ്സമുണ്ടാകരുത്. തടസ്സങ്ങളില്ലാതെ ആകാശപാത സുലഭമാക്കാൻ ജില്ലയിൽ ഹെലിപ്പാഡുകൾ ഒരുങ്ങുകയാണ്. വയനാട് ജില്ലയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ആ പ്രളയം നടന്ന സമയത്തായിരുന്നു ഏറ്റവും ഞങ്ങൾ അനുഭവിച്ചത്. അപ്പോൾ ഈ ഹെലിപ്പാഡ് വരുന്നതോടനുബന്ധിച്ച് വയനാട് ജില്ലയിൽ ആ ഏറ്റവും നല്ല രീതിയിലേക്ക് മാറും. ദുരിതങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമായിട്ട് മാറും. ജില്ലയിലെ സുപ്രധാനമായ 5 ഇടങ്ങളിൽ ഒരുങ്ങുന്ന ഹെലിപ്പാഡുകളിൽ ആദ്യ 2 എണ്ണം ബത്തേരിയിലാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നടക്കുന്ന നിർമ്മാണം വികസനങ്ങൾക്ക് കൂടി വഴിവെക്കുമെന്നതിൽ സംശയമില്ല. അതിജീവനത്തിന്റെ കഥകൾ വയനാടിന് പുതുമയുള്ളതല്ല. ജില്ലയിൽ പുതിയ ഹെലിപ്പാഡുകൾ വരുന്നതോടുകൂടി അതിജീവനത്തിന്റെയും വികസനത്തിന്റെയും വേഗം കൂടും. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.